Hello, myself Ramsina Aziz, Assistant Professor, Seaside College, Talparamba. Today, I'm discussing the topic Objects of Auditing. Let's start. In olden days, the main objective of audit was confined to cash audit, which ensured the correctness of accounting for all cash receipts and cash payments by the employees on behalf of the employer. In other words, the object of audit was to find out whether cash had been misappropriated, and if so, who misappropriated and what amount was involved. Later, auditing began to have the twin objects of prevention and detection of errors and frauds. The principal object of modern audit is reporting to the owners of the business whether the profit and loss accounts and balance sheet exhibits a true and fair view of the state of affairs of the business for the financial period. Thus, it gives a true picture of the financial position of the firm. Detection of fraud is incidental or subsidiary object of audit. According to change in view from time to time, the object of audit may be classified as primary object and subsidiary object. അതായത് പണ്ട് കാലത്ത് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഓഡിറ്റ് ആയിരുന്നു പ്രധാനമായിട്ടും ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നത്. ക്യാഷ് എത്രമാത്രം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആരാണ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തത്, എത്ര എമൗണ്ട് ആണ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കലായിരുന്നു. പിന്നീട് ഓഡിറ്റിംഗിൽ വന്നിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റ് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു: പ്രൈമറി ഒബ്ജക്റ്റും സബ്സിഡിയറി ഒബ്ജക്റ്റും. Let's examine the objects of audit. First, primary object. Primary object is also known as principal object. The principal object of modern audit is reporting to the owners of the business whether the profit and loss account and balance sheet exhibits a true and fair view of the state of affairs of the business for the financial period. അതായത് പ്രൈമറി ഒബ്ജക്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ്. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റ് പ്രകാരം ഓഡിറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഫേംസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ വെരിഫൈ ചെയ്ത് എക്സാമിൻ ചെയ്ത് അതിൻ്റെ കറക്റ്റ്നെസ് എത്രമാത്രം ഉണ്ട്, അതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ ജെനുവിനിറ്റി എത്രമാത്രം ഉണ്ട്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ട്രൂ ആൻഡ് ഫെയർ വ്യൂ തന്നെയാണോ തരുന്നത് എന്നുള്ള കാര്യം ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ പീരീഡിലുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ എക്സിബിറ്റ് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ്. Now let us discuss the subsidiary object of audit. Subsidiary object is also known as secondary objects or ancillary object or incidental object. Subsidiary objects of audit are the detection of errors, detection of fraud, prevention of errors and frauds. സോ ഞാൻ പറഞ്ഞു ഓഡിറ്റിന് പ്രധാനമായിട്ട് രണ്ട് ഒബ്ജക്റ്റീവ് ആണുള്ളത്: പ്രൈമറി ഒബ്ജക്റ്റും സെക്കൻഡറി ഒബ്ജക്റ്റും. പ്രൈമറി ഒബ്ജക്റ്റിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൃത്യമായിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ടോ, അത് കറക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ തന്നെയാണോ വ്യൂ ചെയ്യുന്നത്, എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റിൽ പറഞ്ഞത്. അതേസമയം സബ്സിഡിയറി ഒബ്ജക്റ്റീവിൽ വരുന്നത് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഡിറ്റക്ട് ചെയ്യുകയും എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് പ്രിവെന്റ് ചെയ്യുകയുമാണ്. സോ അതിനെ നമുക്ക് മൂന്നായിട്ട് പറയാൻ വേണ്ടി പറ്റും: ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്, ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. നൗ ഡിസ്കസ് ദ സബ്സിഡിയറി ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റ് in detail. First one is detection of errors. Errors may arise at various stages in accounting. Errors are mistakes committed while recording the transactions, and it may arise at the stage of preparing documents such as invoices, statements, etc., or while casting, posting, balancing, carry forward, etc.
The errors may occur because of the carelessness of staff. That is, the error which occur because of the carelessness of the staff is known as clerical errors, or their ignorance of accounting principle is called errors of principles. So we can say that errors are of two types, clerical errors and errors of principles. Errors detect ചെയ്യുക എന്നുള്ളതാണ് സബ്സിഡിയറി ഒബ്ജക്റ്റീവിൽ ആദ്യമായിട്ട് പറയുന്നത്. രണ്ട് തരത്തിലുള്ള എററാണ് ഉണ്ടാവുക. ഏത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വേണമെങ്കിലും എറേഴ്സ് ഉണ്ടാവാം. അത് രണ്ട് തരത്തിലാണ് എറർ, ക്ലറിക്കൽ എററും എറർ ഓഫ് പ്രിൻസിപ്പിളും. ഈ കെയർലെസ്നെസ് ഓഫ് സ്റ്റാഫ് കൊണ്ട് ഉണ്ടാവുന്ന, സ്റ്റാഫിന്റെ കെയർലെസ്നെസ് കൊണ്ട് ഉണ്ടാവുന്ന എററിനെ ക്ലറിക്കൽ എറർ എന്നും, അതേസമയം അക്കൗണ്ടിങ്ങിലെ പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോളിസീസോ അതൊക്കെ ഇഗ്നോർ ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന എററിനെ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നും പറയും. The next topic is clerical errors. This type of errors may be classified into four categories. They are errors of omission, errors of commission, compensating error, and error of duplication. First one is error of omission. These are errors which arises when a transaction is omitted completely or partially being properly recorded in the books of accounts. അതായത് ഒരു ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് ഒഴിവായി പോവുക, ഒമിറ്റ് ചെയ്തു പോവുക, അതിനെയാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറേഴ്സ് ഓഫ് ഒമിഷൻ രണ്ട് തരത്തിലുണ്ട്, കംപ്ലീറ്റ് ഒമിഷൻ ആൻഡ് പാർഷ്യൽ ഒമിഷൻ. കംപ്ലീറ്റ് ഒമിഷൻ മീൻസ് omitting to record the debit and credit aspect of a transaction in the subsidiary books. Such errors do not affect the agreement of trial balance. അതേസമയം പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this type of errors occurs when one aspect of the transaction have been omitted to record either debit or credit aspect. കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുക. പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആസ്പെക്ട് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുക. അപ്പോൾ കംപ്ലീറ്റ് ഒമിഷൻ ആകുമ്പോൾ ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ അത് ബാധിക്കില്ല ഇത്തരം എറേഴ്സ്. അതേസമയം പാർഷ്യൽ ഒമിഷൻ ആകുമ്പോൾ ട്രയൽ ബാലൻസസ് ഡിസ്ക്ലോസസ് ദിസ് ടൈപ്പ് ഓഫ് പാർഷ്യൽ എറേഴ്സ്. The omission can be detected by careful scrutiny. The auditor can detect these errors only by carrying out a thorough and efficient checking of a records such as ledger, bills, receipts, invoices, correspondence, accounts, debtors and creditors statement, etc. അതായത് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ തറോ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള എറേഴ്സ് ഓഫ് ഓമിഷൻ ഓഡിറ്റർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. Next type of error is error of commission. Error of commission generally arises when a transaction has been recorded and wrongly entered in the original entry ledger due to negligence. These are errors which are committed in the process of posting, balancing, etc. അതായത് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുമ്പോഴും ബാലൻസ് ചെയ്യുമ്പോഴും ഒക്കെ വരുന്ന മിസ്റ്റേക്സിനെയാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് credit sale of rupees 362A is entered in A's ledger as rupees 630. അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് അതിനൊക്കെയാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് these mistakes, such errors or these mistakes affect the trial balance and it can be discovered by a careful checking of books of accounts. Next type error ആണ് error of duplication. When a transaction has been recorded twice in the books of original entry and also posted twice in the ledger, that is called a error of duplication. These errors could not affect the agreement of trial balance. It is not easy to trace them, but with a little care it can be discovered by an auditor by checking the vouchers and other records. അതായത് ഒരേ ട്രാൻസാക്ഷൻ തന്നെ ഒന്നിൽ കൂടുതൽ തവണ റെക്കോർഡ് അല്ലെങ്കിൽ 2 തവണ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ആസ്പെക്റ്റും 2 തവണ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. അപ്പോൾ ട്രയൽ ബാലൻസ് ഒന്ന് വൗച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ വൗച്ചേഴ്സ് വെച്ച് ചെക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇത്തരം ഡ്യൂപ്ലിക്കേഷൻ എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് ഇസ്
compensating error. It is also known as offsetting errors. Compensating error എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is one which is counterbalanced by another error. ഒരു തെറ്റ് മറ്റൊരു തെറ്റ് കൊണ്ട് കോമ്പൻസേറ്റ് ആവുന്ന അത്തരം എററിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. So when an error in one account cancelled by an error of equal amount in the opposite account is called compensating error. For example, rent paid account is overcast by ₹1000 and rent received account is overcast by ₹1000. അതായത് rent paid എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, അത് 1000 രൂപ അധികം കാണിച്ചു. അതേസമയം rent receivedൽ 1000 രൂപ അധികം കാണിച്ചു. റെന്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്, അല്ലെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ട് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എറേഴ്സ്, സച്ച് എറേഴ്സ് ആർ വെരി ഡിഫിക്കൾട്ട് ടു ലൊക്കേറ്റ് ആൻഡ് ട്രേസ് ബൈ ദ ഓഡിറ്റർ. ഇത്തരത്തിലുള്ള എറേഴ്സ് കാരണം അവിടെ ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഒരു എറർ മറ്റൊരു എറർ കൊണ്ടാണ് അവിടെ കോമ്പൻസേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓഡിറ്റർക്ക്. അപ്പോൾ ഓഡിറ്റർ അത് കെയർഫുൾ ആയിട്ട് ചെക്ക് ചെയ്ത് ബിസിനസ് ഫേമിലുള്ള ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ ആക്യുറസി ഒക്കെ എൻഷുർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള എറേഴ്സും ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ പറഞ്ഞു എറേഴ്സ് രണ്ട് തരത്തിലാണുള്ളത്, ക്ലറിക്കൽ എറേഴ്സും ടെക്നിക്കൽ എറേഴ്സ്, അല്ലെങ്കിൽ അതിന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പോൾ ടെക്നിക്കൽ എറേഴ്സിൽ വരുന്നതാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. സോ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ മീൻസ് they arises when the transactions are not recorded in the books of accounts. They arises when the transactions are not recorded in the book according to the fundamental principles of accounting. അതായത് അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാതെയാണ് റെക്കോർഡ് ചെയ്തതെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് carriage paid on the purchases of an asset was posted to carriage account. Mere checking of the books of accounts may not help in detecting such errors, and only intelligent and careful checking may disclose them. അതായത് ഇത്തരത്തിലുള്ള എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ്, നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചർ ഈസ് ലോവർ എന്നുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ അത് ഉപയോഗിക്കാതെ മാർക്കറ്റ് പ്രൈസിനാണ്, ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ലോവർ ആയിട്ടുള്ളത് കോസ്റ്റ് പ്രൈസ് ആണെങ്കിലും മാർക്കറ്റ് പ്രൈസ് ഹയർ ആയിട്ടുള്ള എമൗണ്ട് വെച്ചിട്ടാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്തതെങ്കിൽ അത് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിളിൽ വന്നിരിക്കുന്ന തെറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകൾ ടെക്നിക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാത്തത് കാരണം ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. താങ്ക് യു.